രാവിലെ നടത്തിയ മിന്നൽ പരിശോധനയിൽ നിന്നുമാണ് 2 സ്കൂൾ ബസ് ഡ്രൈവർമാർ മദ്യപിച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായത്. പിന്നീട് ഒന്നും നോക്കിയില്ല. ഇരുവർക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. രണ്ടുപേരുടെയും ലൈസൻസ് 1 വർഷത്തേക്ക് MVD സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീടായിരുന്നു സ്കൂൾ ബസിനുള്ളിൽ സ്കൂളിലേക്ക് പോകുവാനായി രാവിലെ തന്നെ ഒരുങ്ങിയിറങ്ങിയ വിദ്യാർത്ഥികളെ കാണുന്നത്. പിന്നീട് ഒന്നും നോക്കിയില്ല. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അരുൺ C. സുരേന്ദ്രൻ നേരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ശേഷം വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് യാത്രയായി. കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയ്ക്ക് വലിയ സ്വീകാര്യത തന്നെയാണ് കേരള സമൂഹത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. കാരണം കുറെ നാളുകളായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അത്ര നല്ല പേരല്ല കേരളത്തിലുള്ളത്. എന്നാൽ ഈ ഒരു സംഭവത്തോടു കൂടി കുറച്ചെങ്കിലും ആ ഒരു ഇമേജിന് മാറ്റം വരുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സ്വീകാര്യതയും ഒപ്പം തന്നെ കയ്യടിയുമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം മദ്യപിച്ച വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പ്രശ്നമാണ്, പ്രത്യേകിച്ച് സ്കൂൾ ബസ് ഡ്രൈവർമാർ. കാരണം 1-2 പേരല്ല, കുറെ അധികം വിദ്യാർത്ഥികളുടെ ജീവനാണ് ആ ബസ് ഡ്രൈവറുടെ കയ്യിലുള്ളത്. അങ്ങനെയുള്ളപ്പോഴാണ് ഇത്തരത്തിൽ കൃത്യമല്ലാത്ത രീതിയിൽ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എപ്പോഴും തെറ്റാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ കയ്യിലുള്ള ഇത്തരത്തിലുള്ള ഡ്രൈവർമാർ തന്നെ ഈ ഒരു തെറ്റ് ചെയ്യുന്നത് വളരെയധികം ഖേദകരമായ ഒരു കാഴ്ച തന്നെയാണ്. രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നത് ഓരോ വിശ്വാസത്തിന്റെ പുറത്താണ്. ഒന്നാമതായി അധ്യാപകരെ തന്നെയാണ് രക്ഷിതാക്കൾ വിശ്വസിക്കുന്നത്. വീട്ടിൽ നിന്നും സ്കൂളിലേക്കും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലേക്കും തങ്ങളുടെ മക്കളെ ഡ്രൈവർമാർ സുരക്ഷിതരായി തന്നെ കൊണ്ടുവരും എന്നുള്ള വിശ്വാസം. എന്നാൽ ആ ഒരു വിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡ്രൈവർമാർ തെറ്റിച്ചിരിക്കുന്നത്. സ്കൂൾ ബസ് ആക്സിഡന്റുകൾ ഇപ്പോൾ നിത്യസംഭവമായിക്കൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ. അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിൽ ഡ്രൈവർമാർ തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താകും നമ്മുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ ഒരു അവസ്ഥയ്ക്ക് തക്കതായ മാറ്റം തന്നെ വരേണ്ടത് അത്യാവശ്യമാണ്. MVDയുടെ ഈ ഒരു മിന്നൽ പരിശോധന സത്യം പറഞ്ഞാൽ വളരെയധികം ഗുണകരമായി എന്ന് തന്നെ പറയാം. എന്ന് തന്നെയാണെങ്കിലും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കാൻ നമുക്ക്